ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വളരെ തിന്നായിട്ട് നന്നായി പൊങ്ങി വരുന്ന ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ നല്ലൊരു സ്റ്റ്യൂ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റ്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് അളന്ന് തന്നെ എടുക്കുക. ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അത് നന്നായിട്ട് അളന്ന് തന്നെ എടുക്കുക. അതുപോലെ തന്നെ അതേ പാത്രത്തിൽ തന്നെ 2.5 കപ്പ് വെള്ളം കൂടി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റായിട്ട് വരും. നന്നായിട്ട് ഇപ്പം തന്നെ നന്നായിട്ട് വെന്തൊക്കെ വരും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് 2 പൊട്ടാറ്റോ, 2 ക്യാരറ്റ്, 2 പച്ചമുളക് ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2-3 വിസിലൊക്കെ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കാൻ പാകത്തിന് വേണ്ടി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാവുണ്ടല്ലോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് തണുത്തിട്ടൊന്നുമില്ല, ചെറിയ ചൂടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ തണുത്താലും യാതൊരു പ്രശ്നമില്ല. നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ ഒരുപാട് ശക്തി പ്രയോഗിച്ച് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാൻ സാധിക്കും. നല്ല സോഫ്റ്റായി വരികയും ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്നുകൂടി ഇതുപോലെ നീട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതായത് നമുക്ക് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബോൾസാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് പരത്താൻ സുഖത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി നമ്മുടെ പലകയിലൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായാലും വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഷേപ്പൊന്നും അങ്ങനെ ശരിയാവണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം പാത്രമൊക്കെ വെച്ചിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ പാന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ആവിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. സൈഡ് കൂടിയൊക്കെ ഇങ്ങനെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കുറച്ചൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ശക്തിയിൽ മറിച്ചിടരുത്. അപ്പോൾ അതിങ്ങനെ പൊന്തി വരുന്നത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ പിന്നെ ഒന്നായിട്ട് പൊന്തി വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചപ്പാത്തി നല്ലപോലെ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇത് മാവ് റെഡിയാക്കി എടുത്തപ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റാം. നമുക്ക് ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ആവി വരുമ്പോൾ ഒന്ന് മറിച്ചിടുക.
പിന്നെ ചെറുതായിട്ട് കുമ്പളങ്ങളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ഒന്ന് മറിച്ചിടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കിട്ടുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ ഈ ചപ്പാത്തി. കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ചപ്പാത്തി ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ബാക്കി കൂടി അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കണേ. പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റ്യൂ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട ഇതുകൂടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം കേട്ടോ. നന്നായിട്ട് കനം കുറച്ച് അരിയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കുക്കാവേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രം, കുറച്ചൊരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഉണക്കമുളകൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് ഉടയ്ക്കേണ്ട കാര്യമില്ല, എന്നാൽ കുറച്ചൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പാല് നമ്മളെടുത്തിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കാം. ഈ സമയത്ത് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല, ചെറിയ തിളയൊക്കെ വരാൻ പാടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകിയിരിക്കുന്ന രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. പിന്നെ വേറെ വെള്ളമൊന്നും നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാറ്റാം. അപ്പം നമ്മുടെ സ്റ്റ്യൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തിയും അതുപോലെ തന്നെ ഒരു സിമ്പിൾ സ്റ്റ്യൂവും റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.